إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وأنا عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കേവർക്കും സുപരിചിതമായ സൂറത്തുൽ ജുമുഅയിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. മനുഷ്യർ ജീവിതത്തിന്റെ വ്യത്യസ്തമായ പടവുകൾ പിന്നിട്ട് കഴിയുന്നവരാണ്. ആദ്യം ഗർഭസ്ഥ ശിശുവായി, പിന്നെ ഭൂമിയിലേക്ക് പിറന്നു വീണ് ശിശുക്കളായി, അത് കഴിഞ്ഞ് ബാല്യം, കൗമാരം, യൗവനം ആണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ തിരിച്ചറിവും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാൻ അതിന്റെ ഒന്നാമത്തെ വചനത്തിലൂടെ അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി
ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഹൽ അതാ അലൽ ഇൻസാൻ മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ ഹീനും മിനദ്ദഹ്രി ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ എങ്ങനത്തതാണത് ലം യകുൻ ശൈഅൻ മദ്കൂറാ പറയപ്പെടാൻ ഒന്നുമല്ലാത്ത ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന അല്ലാഹുവിന്റെ ചോദ്യം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരാൾക്കും പറയാൻ ഒരു അഡ്രസ് ഇല്ലായിരുന്നു. ഇല്ലായ്മയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവന്നത് എന്നർത്ഥം. അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയായി കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി നിർജീവാവസ്ഥയിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നവനാണ് അല്ലാഹു. അത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മൾ തന്നെയും അതിന് ഒരു ഉദാഹരണവുമാണ്. നമുക്കറിയാം, നേരത്തെ പരിശുദ്ധ ഖുർആന്റെ ചോദ്യം, ഒന്നുമല്ലാത്തൊരവസ്ഥ, പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി മാത്രവുമല്ല, നമ്മൾ ഓരോരുത്തരും മാതാവിന്റെ ഗർഭാശയത്തിൽ ആദ്യ കാലം എന്ന് പറയുന്നത് നമുക്ക് ജീവനില്ലാത്തൊരവസ്ഥയായിരുന്നു. ജീവനില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ തരുന്നു. അന്നു മുതലാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ജീവനില്ല സുബ്ഹാനഹു വ തആല നമുക്ക് ജീവൻ നൽകി. ആ ജീവൻ നൽകിയ റബ്ബ് ഇനി മരണത്തിന് ശേഷം നമുക്ക് ജീവൻ തരാൻ കഴിവുള്ളവനാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ വചനങ്ങളിലൂടെ പരലോക ജീവിതത്തെ, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, അതിനെക്കുറിച്ച് സംശയം തോന്നുന്ന ആളുകളോടൊക്കെയും അള്ളാഹുവിന്റെ ചോദ്യം അതാണ്. കുറിച്ച് തന്നെ, മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൂടെ ഈ കാര്യം നമ്മൾ ഉണർത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണാനന്തരമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് കേവലമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നമ്മളോട് താക്കീത് നൽകുന്ന ഒരു കാര്യമല്ല. അല്ലാഹുവും നമുക്ക് ഓരോരുത്തർക്കും വരാനിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്ന ഒരു കാര്യമാണ് മരണാനന്തരമുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും, നമ്മളൊക്കെ ജീവിതത്തിലെ പലപ്പോഴും നമ്മൾ ചെടികൾ കുഴിച്ചിടാറുണ്ട്. അതുപോലെ തന്നെ മറ്റു ചെടികൾ, ഒരു ഉണങ്ങിയ വിടുക, ആ ഉണങ്ങിയ വിത്തിൽ നിന്നാണ് ജീവനുള്ള സസ്യങ്ങൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാകുന്നതും ആലോചിച്ചു നോക്കൂ. ചീഞ്ഞളിഞ്ഞ വസ്തുവിൽ നിന്നാണ് പുഴുക്കൾ വരുന്നത്. അതിനു മുമ്പ് അവയ്ക്ക് എവിടെയായിരുന്നു എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനില്ലാത്ത അവസ്ഥയിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മരണത്തിന് ശേഷവും നമ്മളെ ഓരോരുത്തരെയും രണ്ടാമത് ജീവിപ്പിക്കും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്. അല്ലാഹു നമ്മളോട് പറയുന്നത്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. മനുഷ്യനെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. അവന് കേൾക്കാനുള്ള കാതും കാണാനുള്ള കണ്ണുമൊക്കെ അല്ലാഹു നൽകി. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഇന്നാ ഹദൈനാഹു സബീല, അവൻക്ക് നാം മാർഗദർശനവും നൽകി, ഒരു മാർഗവും നാം അവൻക്ക് നൽകി. എന്നിട്ട് ഇമ്മാ ശാകിറൻ, ആ മാർഗം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നന്ദിയുള്ളവരായിക്കൊണ്ട് ജീവിക്കാം. ഇമ്മാ കഫൂറ, ഇനി അതല്ല, ആ മാർഗദർശനങ്ങളെയൊക്കെയും അവഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിലൊക്കെ നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നമുക്ക് വേണ്ടതെല്ലാം സജ്ജീകരിച്ച് തന്ന, ഈ രൂപത്തിലാക്കി തന്ന നമ്മുടെ റബ്ബ്, ആ റബ്ബിന്റെ മാർഗദർശനത്തെ അവഗണിച്ചുകൊണ്ട് നന്ദി കെട്ടവനായി കൊണ്ടും വളരാം.
പക്ഷേ ഈ സൂറത്തിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി വഅഅദ്ദ ലഹും യുദ്ഖിലു മൻ യശാഉ ഫീ റഹ്മതി. അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ അവക്കുന്നതാണ്. അഥവാ അല്ലാഹുവിനോട് ഇമ്മാ ഷാക്കിറൻ എന്ന് പറഞ്ഞല്ലോ, അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകാമെന്ന്. ആ നന്ദിയുള്ളവരായി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എന്നാൽ വഇമ്മാ കഫൂറ എന്ന് പറഞ്ഞ ആ നന്ദി കെട്ടവരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെയോ അവൻ അദാബൻ അലീമാ, വേദനയേറിയ ആ നരകശിക്ഷ ഉണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന്റെ അവസാനത്തെ വചനത്തിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളെയുമൊക്കെ പല വിധത്തിലുള്ള പലരുടെയും മരണവാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ കൂടെ ചെറുപ്പത്തിൽ കളിച്ചു വളർന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മുടെ കൂടെ യാത്ര ചെയ്തവർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, അങ്ങനെ നമുക്ക് പരിചയമുള്ള എത്രയോ ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. പലരുടെയും മരണവാർത്തകൾ കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ഒരു ഒഴുക്കൻ മട്ടിന് പറയുക എന്നതല്ലാതെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഇത്? വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളും റബ്ബിലേക്ക് മടക്കേണ്ടവരാണ്, മടങ്ങുന്നവരാണ് എന്ന ആ വചനം പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? പലപ്പോഴും അതൊക്കെ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് കുലുക്കും, മനസ്സൊന്ന് കുലുങ്ങും, അത് മനസ്സിനൊരു പതർച്ചയുണ്ടാകും, ഒരു ഇടർച്ചയുണ്ടാകും. പക്ഷേ ആ മയ്യത്തിനൊന്ന് ഖബറടക്കി കഴിഞ്ഞാൽ അതോടുകൂടി അതും നമുക്ക് മറന്നു പോവുകയാണ്. എത്രയോ മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ മയ്യത്തിനെ നമ്മൾ ഖബറടക്കിയിട്ടുണ്ട്, എത്രയോ ജനാസയുടെ കൂടെ നമ്മൾ പോയിട്ടുണ്ട്, തരത്തിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ മരണത്തെക്കുറിച്ച്? നമ്മളും രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടവരാണ് നമ്മൾ. ഇനി നമ്മൾ എങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതുപോലെ ജീവനോടെ നമ്മൾ എത്തുമോ? അതല്ല, വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു, ഉപ്പ മരിച്ചിരിക്കുന്നു, മകൻ മരിച്ചിരിക്കുന്നു, ഈണതാ ഒരു കോള് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രംഗം നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഏത് സമയത്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് നമ്മളെയൊക്കെയും റബ്ബ് നമ്മുടെ അവധി തീരുമാനിച്ചത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, മരണം അത് ഏത് സമയത്താണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് അറിയുകയില്ല. അതുകൊണ്ട് മരണത്തെ ഓർക്കാൻ വേണ്ടി, മരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്തയുണ്ടാകാൻ വേണ്ടി ഇസ്ലാം ഇതാ ഓരോ സമയത്തും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയുന്നു, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. മരണത്തിന് ശേഷം ജീവിതം നൽകിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും. വ ഇലൈഹിൻ നുശൂർ, അവരിലേക്കാണ് മടക്കം. വാഹനത്തിൽ കയറുന്നു, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയുടെ അവസാനവും അത് തന്നെയാണ്, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഒരുപക്ഷേ നമ്മൾ യാത്ര തുടർന്ന് വീട്ടിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല, റബ്ബിലേക്കാകാം നമ്മുടെ മടക്കം, റബ്ബിലേക്കാകാം സുഹൃത്തുക്കളെ നമ്മുടെ മടക്കം. ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളും ദിക്റുകളുമായി കൊണ്ട് എത്രയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വരും, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരും. അതോടുകൂടി തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ തയ്യാറെടുപ്പിന് വേണ്ടിയാണ് അല്ലാഹു അവന്റെ ദീനിൽ ഇതുപോലുള്ള ദിക്റുകളും ദുആകളും നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഐഹിക ജീവിതത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി, അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ബിസിനസിന്റെ തകർച്ചയും നേട്ടവും നോക്കിക്കൊണ്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്, നെട്ടോട്ടത്തിലാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന മക്കൾ രാവിലെ തന്നെ ഗ്രൗണ്ടിലേക്ക് ഓടുന്നു, വൈകുന്നേരവും ഗ്രൗണ്ടിലേക്ക് ഓടുന്നു, കളിയിലാണ്.
അതുപോലെ തന്നെ ഓരോരുത്തരും അവരുടേതായ ചുറ്റുപാടുകളിലൂടെ രാവും പകലും ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇതിനിടയിൽ നമുക്ക് വരാനിരിക്കുന്ന യഥാർത്ഥമായ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള തയ്യാറെടുപ്പും എത്ര കണ്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. സൂറത്തുൽ ജുമുഅയിലൂടെ അല്ലാഹു തആല ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഏതൊന്നിൽ നിന്ന് ഓടിപ്പോകുന്ന ആ മരണമുണ്ടല്ലോ വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ ഏതൊന്നിൽ നിന്നാണോ ഓടുന്നത്, ഏതൊന്നിൽ നിന്ന് ഓടുന്ന ആ മരണമുണ്ടല്ലോ, മുലാഖീ ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നിട്ടോ സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്ന ആ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അവിടെയും തീർന്നിട്ടില്ല, അവിടെയും തീരുന്നില്ല. പിന്നെ റബ്ബ് നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, ഓരോ അമലുകളെ കുറിച്ചും അല്ലാഹു നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മൾ ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടല്ലോ, ഹാസിബു ഖബ്ല അൻ തുഹാസബു വസിനു ഖബ്ല അൻ തുസനു, നിങ്ങൾ വിചാരണ ചെയ്യുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ സ്വയം ഒന്ന് വിചാരണ നടത്തുക. വസിനു ഖബ്ല അൻ തുസനു, നിങ്ങളുടെ അമലുകളൊക്കെ തൂക്കി കണക്കാക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങളുടെ അമലുകളെ നിങ്ങളൊന്ന് തൂക്കി കണക്കാക്കി നോക്കുക. നമ്മൾ അനുഷ്ഠിക്കുന്ന നിസ്കാരങ്ങൾ, നമ്മൾ അനുഷ്ഠിക്കുന്ന ദിക്റുകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, നമ്മുടെ ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ നമ്മളൊന്ന് തൂക്കി നോക്കുക. എത്രത്തോളം അതിനൊക്കെ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തൂക്കി ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലും. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആ റബ്ബ് നിങ്ങൾ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോരുത്തരും ആ ഒരു സമയത്ത്, ആ ദിനത്തിൽ, ആ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു തരുന്ന ആ സമയത്ത് നമുക്ക് ഉണ്ടാകണം സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ റമദാൻ നമ്മുടെ തൊട്ട് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ തൗബകളും ഇസ്തിഗ്ഫാറുകളും ചെയ്തുകൊണ്ട് ആ പരിശുദ്ധ റമദാനിനെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ, ആ പരിശുദ്ധ റമദാനിനെ നല്ല മനസ്സോടുകൂടി സ്വീകരിച്ച് ആ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടി, അതുപോലെ തന്നെ മരണത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി, പരലോകത്ത് റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ആ ഒരു വിചാരണക്ക് മുമ്പായി കൊണ്ടുള്ള തയ്യാറെടുപ്പിനായി നമ്മൾ ഓരോരുത്തരും നന്നായി അധ്വാനിക്കുക, പ്രയത്നിക്കുക. സർവശക്തനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു വചനം, അക്സിറു ദിക്ര ഹാദിമുൽ ലദ്ദാത്ത്, എല്ലാ ആനന്ദങ്ങളും എല്ലാ സുഖങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നാണ്. ധാരാളം ഓർക്കണമെന്ന്. എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും തകർത്ത് കളയുന്നതാണ് മരണം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന സുന്ദരമായ എയർ കണ്ടീഷനുള്ള വാഹനം നമുക്കുണ്ടാവില്ല ഖബറിലേക്ക് പോകാൻ. ഇപ്പോൾ ധരിച്ചിട്ടുള്ള സുന്ദരമായ വസ്ത്രം നമുക്കുണ്ടാകില്ല ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ. ഇപ്പോൾ നമ്മുടെ കൂടെ ആനന്ദിക്കാനുള്ള, നമുക്ക് കൺകുളിർമ നൽകുന്ന മക്കൾ, നമുക്ക് സന്തോഷം നൽകുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ, നാട്ടുകാർ, ആരും തകർത്ത് കളയുന്നതാണ് നമ്മുടെ മരണം എന്ന് പറയുന്നത്. ആ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കണമെന്നതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നത്.
മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കൊണ്ട് ഇബ്നു മാജ റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അൻസ്വാരികളിൽപ്പെട്ട ഒരു സഹാബി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുക, റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, വിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് ഏറ്റവും നല്ല മുഅ്മിനീങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഖിയസ്, മുഅ്മിനീങ്ങളിൽ ഏറ്റവും അവർ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെ ധാരാളം ഓർക്കുന്നവരാണ്. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ആ മരണത്തിന് ശേഷമുള്ളതിനു വേണ്ടി എല്ലാ നിലക്കും ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറെടുക്കുന്നവരാകുന്നു അവർ. ഉലൈകൽ അഖിയാസ്, ബുദ്ധിമാന്മാർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മറുപടി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊക്കെ എന്നും പല വിധത്തിലുള്ള കണക്കുകളും കൂട്ടി കുറക്കാറുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രി ഉറങ്ങാറുള്ളത്. ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഖബറിലേക്കുള്ള നമ്മുടെ യാത്ര? ഖബറിലെ അള്ളാഹുവിന്റെ മാലാഖമാർ വന്നിട്ടുള്ള നമ്മുടെ ചോദ്യം, നമ്മളോട് നടത്തുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ മഹ്ശർ, അതുപോലെ തന്നെ മീസാൻ, സിറാത്ത്, ജഹന്ന, ഇതിനെക്കുറിച്ചൊക്കെ വല്ലപ്പോഴും നമ്മൾ ഏതെങ്കിലും ദിവസത്തിൽ ഒഴിഞ്ഞിരുന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് ആ രൂപത്തിലുള്ള ഒരു മനമെങ്കിലും ഒരു സമയത്ത് നമുക്ക് വരാറുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും ഒരു സമയത്തുണ്ടാവേണ്ടതല്ല. ഏതെങ്കിലും ഒരു ദിനത്തിൽ ജീവിതത്തിന്റെ മരണം വരെ ഉണ്ടാകേണ്ട ചിന്തകളും അതുപോലെ തന്നെ ഓർമ്മകളുമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഒരു നിമിഷമെങ്ങാനും മരണത്തെക്കുറിച്ച് എന്റെ ഹൃദയത്തിൽ ഒരു അശ്രദ്ധ സംഭവിച്ചാൽ ഫസദ, ഞാനാകെ കുഴപ്പത്തിലാകുമെന്നാണ്. ആരാ പറയുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ. മാത്രവുമല്ല, വഖാല ബഅദുഹും, ചിലർ പറഞ്ഞു, ആരെങ്കിലും മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നുവെങ്കിൽ അക്രമ, അവനാണ് ഏറ്റവും ആദരിക്കപ്പെടുന്നവൻ എന്ന് അദ്ദേഹം പറയുകയാണ്. അക്രമ ബി സലാസതി അഷ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനത്തെ ആളുകൾ മരണത്തെക്കുറിച്ച് ധാരാളം ഓർക്കുന്നവർ. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? തഅജീലു തൗബ, തൗബക്ക് പശ്ചാത്താപം നടത്താൻ, തൗബ ചെയ്യാനുള്ള ധൃതി ഉണ്ടാകും മരണത്തെക്കുറിച്ച് ഓർക്കുന്നവർക്ക്. അതുപോലെ തന്നെ ഖനാഅത്തുൽ ഖൽബ്, ആത്മസംതൃപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ വനശാത്തുൽ ഇബാദ, ഇബാദത്തുകൾ അനുഷ്ഠിക്കുമ്പോൾ നല്ല ഉന്മേഷം. എന്നാൽ വമൻ നസിയൽ മൗത്ത്, ആരെങ്കിലും മരണത്തെക്കുറിച്ച് മറന്നാൽ ഉഖിബ ബി സലാസതി അഷ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നതാണ്. അതിൽ ഒന്നാമത്തേത് തസ്വീഫുത് തൗബ, പശ്ചാത്താപം, അത് പിന്നെയാക്കാം എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാകുക. ഈ ഉണ്ടല്ലോ, ഇത്രയല്ലേ ആയിട്ടുള്ളൂ, അത് പിന്നെയാക്കാം, റമദാൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഉംറയും ഒരു ഹജ്ജൊക്കെ കഴിയട്ടെ, എന്നിട്ടാകാം എന്നുള്ള ഒരു ചിന്ത, അത് പിന്നെയാകാം എന്നൊരു ചിന്തയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ കിട്ടിയതിലുള്ള തൃപ്തി ഉണ്ടാവില്ല. അതായത് ദുനിയാവർക്കായിരിക്കും ദുനിയാവിനോടുള്ള ആർത്തി ഉണ്ടാവുക. എത്ര കിട്ടിയാലും മതിയാവില്ല, എത്തിയുണ്ടാവില്ല. കാരണം എന്താ? ദുനിയാവാണ് ചിന്ത. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കോ അവർക്ക് ദുനിയാവിൽ ലഭിക്കുന്നതിലൊക്കെയും എന്തുണ്ടാകും? ഒരു സംതൃപ്തി ഉണ്ടാകും, ഖനാഅത്തുണ്ടാകും, ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും. റബ്ബ് തന്നതിൽ അൽഹംദുലില്ലാ, ഉറങ്ങുന്ന ഏത് കിടപ്പറയിലാണെങ്കിലും അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ കഴിക്കാൻ കഴിയും. എല്ലാത്തിലും ഒരു ആത്മ നിർവൃതി അവർക്ക് ലഭിക്കും. ഇതൊന്നും മരണത്തെക്കുറിച്ച് ചിന്തയില്ലെങ്കിലോ എത്ര കിട്ടിയാലും
ഏത് വീടാണെങ്കിലും സൗകര്യം പോരാ, ഏത് വാഹനമാണെങ്കിലും സൗകര്യമല്ല, ഏത് ഭക്ഷണമാണെങ്കിലും പോരാ, ഈ ചിന്തയായിരിക്കും ഉണ്ടാവുക. എന്നാൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാവുകയില്ല എന്നാണ്. അതുപോലെ തന്നെ വൽ കസ്ലു ഫിൽ ഇബാദത്തിലൊക്കെ ആയിരിക്കുമെന്നാണ്. ഈ 3 കാര്യങ്ങൾ മരണചിന്തയില്ലാത്തവർക്ക് ലഭിക്കുമെന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മൾ ജനിച്ചു മരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അവിടെ തീരുന്നില്ല നമ്മുടെ ജീവിതം. യഥാർത്ഥ ജീവിതം അവിടെ തുടങ്ങുന്നേയുള്ളൂ. റബ്ബിലേക്ക് നമ്മൾ മടങ്ങും, റബ്ബിലേക്ക് നമ്മൾ തിരിച്ചു പോകും. ജീവനില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ജീവൻ നൽകിയ റബ്ബ്, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് പുഴുക്കളെയും മറ്റു ജീവികളെയും ഒക്കെ പുറത്തു കൊണ്ടുവരുന്ന റബ്ബ്, ആ റബ്ബ് കൊണ്ടുവരും സുഹൃത്തുക്കളെ ഖബറുകളിൽ നിന്ന് നമ്മളെ. ആ റബ്ബ് നമ്മളെ കൊണ്ടുവരും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഓർമ്മ വേണം. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചിട്ടുള്ള ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളും പിഴവുകളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. രോഗികളിൽ നീ ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ പ്രയാസപ്പെടുന്ന, വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് നിന്റെ മഹ്ശറിൽ അർശിദൻ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ ഒരു വിഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗത്ത് നരകത്തിലേക്കും മാറ്റപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന മഹാഭാഗ്യം നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാ ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബന തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.